ഹായ് ഓൾ. ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഏറ്റവും മികച്ചതും പൂർണ്ണമായും സൗജന്യമായ ഒരു AI റിസർച്ച് അസിസ്റ്റൻ്റ് അഥവാ വർക്ക് സ്പേസ് ആണ് ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും തങ്ങളുടെ വിവരങ്ങൾ വേഗത്തിൽ പഠിക്കാനും പഠിപ്പിക്കാനും വിശകലനം ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നു. ഒന്നിലധികം ഫയലുകളായി ചിതറിക്കിടക്കുന്ന വിവരങ്ങൾ എളുപ്പത്തിൽ പഠിക്കാനും വിശകലനം ചെയ്യാനും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും വളരെ മികച്ച ഒരു ടൂളാണ് നോട്ട്ബുക്ക് എല്ലാം. നമുക്ക് ഗൂഗിൾ നോട്ട്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആണ്. ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നോട്ട്ബുക്ക് എല്ലാം എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ ഗൂഗിൾ നോട്ട്ബുക്ക് എല്ലാം എന്നുണ്ട്, അതെടുത്തു. ഓപ്പണായി വരുന്നത് ഒരു നോട്ട്ബുക്ക് എല്ലാമിൻ്റെ വിൻഡോയിലേക്കാണ്. അവിടെ ജെമിനി നോട്ട്ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫീച്ചേർഡ് നോട്ട്ബുക്ക് എന്ന് കാണാം. അപ്പോൾ ഗൂഗിൾ തന്നെ തയ്യാറാക്കിയ കുറച്ച് നോട്ട്ബുക്ക്സ് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാ ടോപ്പിക്ക് വേണ്ടത് അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് നോക്കാവുന്നതാണ്. വ്യൂ ഓൾ കൊടുത്താൽ ഒരുപാട് തരത്തിലുള്ള നോട്ട്ബുക്ക്സ് കാണാം. ഇനി താഴെയായിട്ട് റീസെൻറ്റ് നോട്ട്ബുക്ക്സ് ഉണ്ട്. നിങ്ങൾ മുമ്പ് തയ്യാറാക്കിയിരിക്കുന്ന നോട്ട്ബുക്ക്സ് ഇവിടെ കാണാം. പുതുതായിട്ടൊരു നോട്ട്ബുക്ക് തയ്യാറാക്കണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ എന്ന് ഇവിടെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് മെത്തേഡിലൂടെ നമുക്കിത് ഒരു പുതിയൊരു നോട്ട്ബുക്ക് തുറക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്രിയേറ്റിംഗ് യുവർ നോട്ട്ബുക്ക് എന്ന് കാണിച്ചു. ഇപ്പോൾ ഇവിടെ തന്നെ ആദ്യം കാണിക്കുന്നത് ഒരു ഫയൽസ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു വിൻഡോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമുക്ക് ആൻസർ തരിക. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഏത് ടൈപ്പ് ഫയൽസും ഇവിടേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. PDF, വെബ്സൈറ്റ് ലിങ്ക്, യൂട്യൂബ് ലിങ്ക്, വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, PDF ഫയൽസ്, ഓഡിയോ ഫയൽസ്, എക്സൽ ഫയലുകൾ, അല്ലെങ്കിൽ CSV ഫയലുകൾ, നമ്മുടെ ഡ്രൈവിൽ നിന്നുള്ള ഫയൽസ്, ഏതെങ്കിലും കോപ്പീഡ് ടെക്സ്റ്റ് ആണെങ്കിൽ അത്, ഓഡിയോ ഫയൽസൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ആൻസർ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുക്കുന്നത് അപ്ലോഡ് ഫയൽസ് എന്നുള്ളതാണ്. അപ്ലോഡ് ഫയൽസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഫയൽസ് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാനിവിടെ ഫോൾഡറിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 10th ബയോളജിയിലെ 2nd ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അതിലെ മലയാളം ടെക്സ്റ്റും അതിൻ്റെ ടീച്ചർ ടെക്സ്റ്റുമാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സോഴ്സസ് എന്ന് പറഞ്ഞ പാനലിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് ആഡ് സോഴ്സസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വെബിലേക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സോഴ്സസ് ഒക്കെ ഇവിടെയാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സമ്മറി ഈ ഒരു ചാറ്റ് പാനലിൽ നമുക്ക് കാണാം. ഇവിടെ താഴെയായിട്ട് ഒരു പ്രോംപ്റ്റ്, നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കാനും അതേപോലെ ചാറ്റ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കൊടുത്ത 2 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സമ്മറിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു നെയിം കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ നോട്ട്ബുക്കിൻ്റെ നെയിം വരുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവല്യൂഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നെയിം അവിടെ കൊടുക്കാവുന്നതാണ്. ഇവല്യൂഷൻ എന്ന് കൊടുത്തു. ഇനി എനിക്ക് ഇവിടെ വരേണ്ട ആൻസർ മലയാളത്തിലാണ് വരേണ്ടതെങ്കിൽ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ മുകളിലായിട്ട് സെറ്റിങ്സ് കാണാം. ആ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്നുണ്ട്, അതെടുത്തിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ചൂസ് യുവർ ലാംഗ്വേജ് എന്നുള്ള ഡിഫോൾട്ടാണ്, ഇംഗ്ലീഷാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെയായിട്ട് മലയാളം എന്നുണ്ട്, അത് സെലക്ട് ചെയ്യാം. മലയാളം എന്നുള്ള സെലക്ട് ചെയ്തു, സേവ് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ചാറ്റിൽ ചോദിക്കുന്ന ആൻസേഴ്സൊക്കെ നമുക്ക് മലയാളത്തിലാണ് കാണിക്കുക. ഇനി ഞാൻ ഇവിടേക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ലിങ്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഇവിടെയുള്ള ആഡ് സോഴ്സസ് എന്നുള്ളത് എടുക്കുന്നു. അപ്പോൾ ഇവിടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ യൂട്യൂബിൻ്റെ ലിങ്കാണ് അല്ലെങ്കിൽ URL ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു യൂട്യൂബ് തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ കോപ്പി ലിങ്ക് അഡ്രസ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ URL ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഇവിടെ നോട്ട്ബുക്കിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതും ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് അടുത്തത് കൊടുക്കാനുള്ളത് ഒരു വെബിൽ നിന്നുള്ള ഡീറ്റെയിൽസാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇവല്യൂഷൻ എന്ന് കൊടുത്തു. ഇവല്യൂഷൻ എന്നുള്ളതിൽ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവല്യൂഷനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഏതൊക്കെ വെബ്സൈറ്റിലുണ്ട് അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാണോ വേണ്ടത് അത് മാത്രം നമുക്കിവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം.
അപ്പോൾ ഇവിടെ കുറച്ച് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണണമെങ്കിൽ എനിക്കിപ്പോൾ ഇത് വിക്കിപീഡിയ എന്ന് തന്നിരിക്കുന്ന ഇതാണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള വ്യൂ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു വിക്കിപീഡിയ എന്നുള്ളതാണ് എനിക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു ആരോ കാണാം, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പേജിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ആണ് വേണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് മാത്രം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സെലക്ട് ഓൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ട വെബ് പേജുകൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് മാത്രം, ഞാനിപ്പോൾ ഈ ഒരു വെബ് പേജ് മാത്രമാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഇമ്പോർട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ അതും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡ്രൈവിൽ നിന്നുള്ള ഡീറ്റെയിൽ ആണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും ആഡ് സോഴ്സസ് എടുത്തു. ഗൂഗിൾ ഡ്രൈവിൽ നിന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ ഡ്രൈവ് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ഫയലാണ് അതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു, ഇൻസേർട്ട് എന്ന് കൊടുക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കോപ്പീഡ് ടെക്സ്റ്റൊക്കെ എവിടെന്നെങ്കിലും കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കോപ്പീഡ് ടെക്സ്റ്റ് നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ടും അത് ഇതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് 5 സോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് 5 സോഴ്സസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് എന്താണോ ഇവിടെ ചോദിക്കാനുള്ളത് കൊടുക്കാം. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ അബൌട്ട് ഡാർവിൻ ഫിഞ്ചസ് എന്ന് കൊടുക്കുകയാണ്. ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത ഡാർവിൻ ഫിഞ്ചുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ഈ മലയാളത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യത്തിന് ആൻസർ തരുന്ന സമയത്ത് അത് ഏത് സോഴ്സിൽ നിന്നാണ് എടുത്തതെന്നുള്ള കൃത്യമായിട്ടുള്ള സൈറ്റേഷൻസ് ഇവിടെ തരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 1 കാണിച്ചിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ള ഞാനൊരു കൊടുത്ത ഗൂഗിൾ ഡോക്സിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ കൊടുത്ത ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ടെക്സ്റ്റിൽ നിന്ന് ഏത് പേജിൽ നിന്നാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ആ താഴെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഏത് ഭാഗത്ത് ഏത് സോഴ്സിൽ നിന്ന് എടുത്തതെന്ന് കാണാം. അതേപോലെ തന്നെ 2 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ടീച്ചർ ടെക്സ്റ്റിൽ നിന്നാണ് എടുത്തതെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെയും കൃത്യമായിട്ട് ആ പേജ് അടക്കം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണെന്നുള്ള കൃത്യമായിട്ട് ആ ഒരു പേജും ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് പഴയതിലേക്ക് തിരിച്ചു പോകാനായിട്ട് ക്ലോസ് സോഴ്സ് വ്യൂ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത സോഴ്സസിൽ നിന്ന് നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റുഡിയോ പാനൽ ചെക്ക് ചെയ്യാം. സ്റ്റുഡിയോ പാനലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഓഡിയോ ഓവർവ്യൂ ആണ്. ഓഡിയോ ഓവർവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ നൽകുന്ന സോഴ്സുകളെ ബേസ് ചെയ്തിട്ട് 2 AI അവതാരകർ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഓഡിയോ ഓവർവ്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെയുള്ള ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഡീപ്പ് ഡൈവ്, വിശദമായിട്ടുള്ളൊരു ഓഡിയോ ആണ് വേണ്ടെങ്കിൽ ഇവിടെ ഡീപ്പ് ഡൈവ് ഉള്ളത് സെലക്ട് ചെയ്യാം. ബ്രീഫ് ആയിട്ടുള്ളതാണ് നമുക്ക് വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ക്രിട്ടിക് ആയിട്ടുള്ള മോഡലാണ് നമുക്ക് വേണ്ടെങ്കിൽ അത് കൊടുക്കാം. അതേപോലെ ആശയങ്ങൾ തമ്മിലുള്ളൊരു ഡിബേറ്റ് ആണ് വേണ്ടെങ്കിൽ ഡിബേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ സോഴ്സസിൽ നമുക്ക് ചില സോഴ്സസ് ഒഴിവാക്കണം. എനിക്കിപ്പോൾ വേണ്ടത് ഈ ഹാൻഡ് ബുക്കിലെയും ടീച്ചർ ടെക്സ്റ്റിലെയും ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ആണെങ്കിൽ നമുക്കിവിടെ സോഴ്സസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കാം. അതേപോലെ ലെങ്ത്ത് ഷോർട്ടായിട്ടുള്ളതാണോ വേണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അതല്ല ഡിഫോൾട്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ലാംഗ്വേജ്, ഇവിടെ നമുക്കത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലാണ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അഥവാ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മലയാളം തന്നെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണമെങ്കിൽ അത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഏത് ടോപ്പിക്കാണെന്നുള്ളതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഡീപ്പ് ഡൈവാണ്. അത് സെലക്ട് ചെയ്തു. മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജിലേക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം ജനറേറ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ ബേസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെയായിട്ട് അത് ജനറേറ്റ് ചെയ്ത് വരുന്നത് കാണാം. അപ്പോൾ ഞാൻ കൊടുത്ത ഓഡിയോ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കറിയാമോ, സാധാരണയായി നമ്മൾ ഒരു മെഡിക്കൽ രോഗനിർണയത്തെക്കുറിച്ച് വൈറസുകൾ ഒരു ബാക്ടീരിയയെ ഒരു ഇരുമ്പ് പണിക്കാരന്റെ കൈകളിലെ തഴമ്പ് അയാളുടെ കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ്. ഇരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ലല്ലോ. ഇല്ല. കാരണം ഒരു ജീവിക്ക് കട്ടിയുള്ള കൊക്കും മറ്റൊന്നിന് കൂർത്ത കൊക്കും വരുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് അദ്ദേഹത്തിന് അറിയാം.
അപ്പോൾ ഞാൻ കൊടുത്തത് ആ ടെക്സ്റ്റ് ഫുള്ളായിട്ടാണ്. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ആദ്യം മുതൽ ആ ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യാത്രയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കേൾക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലിലേക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു ഓഡിയോ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓഡിയോ ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് മൊബൈലിലേക്ക് ഇത് അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിത് കേൾക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാമോ അനന്തരം ഒരു ദ്വീപിൽ അൻസെസ്റ്റർ, അതായത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് 2 പേര് സംസാരിക്കുന്ന ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് സ്ലൈഡ് ഡെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്ലൈഡ് പ്രസൻറ്റേഷൻ ആവശ്യമാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഇതേപോലെ ഡീറ്റെയിൽഡ് ഡെക്കും അതേപോലെ തന്നെ പ്രസൻറ്റർ സ്ലൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ പ്രസൻറ്റർ സ്ലൈഡാണ്. ഞാനത് സെലക്ട് ചെയ്തു. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതേപോലെ ലെങ്ത്ത്, ഷോർട്ട്, ഡിഫോൾട്ട് ഉണ്ട്. അതിൽ ഡിഫോൾട്ടിലാണ് ഉള്ളത്. സോഴ്സസ് ഇവിടെ ഞാൻ ടെക്സ്റ്റ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് വേണ്ട. കൺഫേം എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏതിനെക്കുറിച്ചാണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കളറൊക്കെ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഏതാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം. എന്നിട്ട് ജനറേറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഒരു സ്ലൈഡ് ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്ലൈഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ലൈഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പ്ലേ ബട്ടൺ കൊടുത്താൽ നമുക്ക് സ്ലൈഡ് ഷോ ആയിട്ട് കാണാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് കൊടുത്തിട്ട് ആ ടോപ്പിക്ക് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടൊരു സ്ലൈഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതും ക്ലോസ് ചെയ്യുന്നു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ പവർ പോയിൻ്റ് ആയിട്ടും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് PDF ഡോക്യുമെൻ്റ് എന്ന് കൊടുത്താൽ PDF ആയിട്ട് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വീഡിയോ ഓവർവ്യൂ എന്നുള്ളത്. അടുത്തത് വീഡിയോ ഓവർവ്യൂ ആണ്. നമ്മൾ കൊടുത്ത വിവരങ്ങളെ ഒരു ചെറിയ എക്സ്പ്ലെയിനർ വീഡിയോ ആക്കി മാറ്റാം. ഇവിടെ നമ്മൾ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എക്സ്പ്ലെയിനർ വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എക്സ്പ്ലെയിനർ വീഡിയോ ആണ് ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് അത് തന്നെ കൊടുക്കുന്നു. സോഴ്സസ് എന്നുള്ളതിൽ ഇതിലും ഞാൻ ബാക്കിയുള്ളത് ഒഴിവാക്കുകയാണ്. ആവശ്യമുള്ളത് മാത്രം, ഈ 2 ടെക്സ്റ്റ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. കൺഫേം എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഒരുപാട് വിഷ്വൽ സ്റ്റൈലുകളുണ്ട്. ഓട്ടോ സെലക്ട് ഉണ്ട്, കസ്റ്റം, അതേപോലെ ക്ലാസിക്, വൈറ്റ് ബോർഡ്, അതേപോലെ ആനിം, വാട്ടർ കളർ, റെട്രോ പ്രിൻ്റ്, അതേപോലെ ഹെറിറ്റേജ്. ഞാനിപ്പോൾ കൊടുത്തത് റെട്രോ പ്രിൻ്റ് എന്നാണ്. ഇപ്പോൾ റെട്രോ പ്രിൻ്റ് എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് വേണ്ടതെന്നുള്ള ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എവല്യൂഷൻ പാത്തോ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഇവിടെ ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് വേണ്ടത് അതും സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജനറേറ്റ് എന്ന് കൊടുക്കുന്നു. ഇത് ജനറേറ്റ് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഹലോ, ഭൂമിയിലെ ഏറ്റവും ലളിതമായ വെറുമൊരു കോശം മാത്രമുള്ള ജീവികളിൽ നിന്ന് തുടങ്ങി അപ്പോൾ നമുക്കിതൊന്ന് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഇവിടെയുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. വഴിയാണ് ജീവിവർഗങ്ങൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ്റെ ഡാർവിനിസമുണ്ട്. ഗാലപ്പഗോസ് ദ്വീപുകളിലെ കുരുവികളിലെ മാറ്റങ്ങൾ പ്രകൃതിയുടെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും അപ്പോൾ നമ്മൾ കൊടുത്ത ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലെയിനർ വീഡിയോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതും നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം തിരിച്ച് വീണ്ടും സ്റ്റുഡിയോ പാനലിലേക്ക് പോകാനായിട്ട് ക്ലോസ് വീഡിയോ ഓവർവ്യൂ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് മൈൻഡ് മാപ്പാണ്. വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വിഷ്വൽ മാപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സോഴ്സസിൽ ഏതൊക്കെയാണ് വേണ്ടത് അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം കൊടുത്തിരിക്കുന്ന ഈ 2 സോഴ്സ് മാത്രമാണ്.
അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു മൈൻഡ് മാപ്പ് എന്നുള്ളത്, ഇനിയിപ്പം മൈൻഡ് മാപ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മൈൻഡ് മാപ്പിലും എനിക്ക് വേണ്ടത് ഈ 2 സോഴ്സസിൽ ഉള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം മൈൻഡ് മാപ്പിൻ്റെ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 2 സോഴ്സസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഏതാണോ ടോപ്പിക്ക് വേണ്ടത് ആ ടോപ്പിക്ക് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തായിരിക്കും മൈൻഡ് മാപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇത് ജനറേറ്റ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ ജനറേറ്റിംഗ് മൈൻഡ് മാപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജീവശാസ്ത്ര ആശയഭൂപടം എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ജീവശാസ്ത്ര ആശയഭൂപടം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എക്സ്പാൻഡ് വ്യൂവർ എടുത്തിട്ട് നമുക്കിത് കാണാവുന്നതാണ്. ജീവപരിണാമ സിദ്ധാന്തങ്ങൾ, ലാമാർക്കിസം, അതേപോലെ തന്നെ ഡാർവിനിസം എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഏതാണോ നമ്മുടെ ടോപ്പിക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡീറ്റെയിൽ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. മനുഷ്യ പരിണാമം എടുത്തു നോക്കുന്നു, മനുഷ്യരിലെ നാഡീവ്യവസ്ഥ, അങ്ങനെ ആ ടെക്സ്റ്റ് ബുക്ക് ഫുള്ളായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഭാഗത്തുനിന്ന് എടുത്തതെന്ന് അറിയാനായിട്ട് ജസ്റ്റ് ഇപ്പം ഈ ഒരു വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ, അപ്പം നമ്മളിപ്പോൾ ഡാർവിനിസം എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കുറച്ചും കൂടി ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഭാഗത്തുനിന്ന് എടുത്തതെന്നൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് നമ്മളിവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് റിപ്പോർട്ട്സ് ആണ്. ഈ റിപ്പോർട്ട്സ് എന്നുള്ള ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റഡി ഗൈഡുകളൊക്കെ നമുക്കിവിടെ തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തത് ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് റിപ്പോർട്ടിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. ബ്രീഫിംഗ് ഡോക്ക് എന്നുള്ളത് അത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. അതവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റഡി ഗൈഡ്, ഷോർട്ട് ആൻസർ ക്യൂസ് ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ വളരെ ഷോർട്ടായിട്ട് ചെയ്തു തരും. അപ്പോൾ ഇതൊന്ന് സെലക്ട് ചെയ്താൽ അങ്ങനെ കിട്ടുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ബ്ലോഗ് പോസ്റ്റ് ആയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റഡി ഗൈഡ് എന്നുള്ളത് എടുത്തു. അതിവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാനിപ്പം കൊടുത്തത് ആദ്യത്തത് വന്നിട്ടുണ്ട്. പരിണാമത്തിൻ്റെ വഴികൾ, ഒരു പഠന സഹായി, അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. വളരെ എളുപ്പത്തിൽ ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ലഘു ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തര സൂചികളൊക്കെ ആയിട്ട് ആ ഒരു ചാപ്റ്റർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഉപന്യാസ ചോദ്യങ്ങൾ, പദാവലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് എക്സ്പോർട്ട് ടു ഡോക്സ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ഡോക്കിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതും ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ആദ്യം കൊടുത്തത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമ്മറി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിലൊരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയും എക്സ്പോർട്ട് ടു ഡോക്സ് എന്നാണ് വന്നിരിക്കുന്നത്. അതും ക്ലോസ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഫ്ലാഷ് കാർഡ്സ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ക്വിസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡായിട്ടോ ഈ ഒരു ചാപ്റ്ററിനെ മാറ്റാൻ കഴിയും. അതിലൊന്നാണ് ഈ ഫ്ലാഷ് കാർഡ് എന്നുള്ളത്. ഇതിലും ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഏതാണ് വേണ്ടത്, ഫ്യൂവർ ആണോ വേണ്ടത്, സ്റ്റാൻഡേർഡ് ഏതാണോ വേണ്ടത്, നമ്പർ ഓഫ് കാർഡ്സ് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി, ഈസി, മീഡിയം, ഹാർഡ്. അപ്പം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തെന്നുള്ളതാണ് അത് ഇവിടെ കൊടുക്കാം. അതിനുശേഷം ജനറേറ്റ് എന്ന് കൊടുക്കുന്നു. ഫ്ലാഷ് കാർഡ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാൻഡ് കൊടുക്കാം. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നായിട്ട് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സി ആൻസർ എന്ന് കൊടുത്താൽ അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. അപ്പം ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഫ്ലാഷ് കാർഡ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് നോക്കിയിട്ട് ആ ടെക്സ്റ്റ്, ആ ഒരു ചാപ്റ്റർ മനസ്സിലാക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യൂസ് എന്നുള്ളതാണ്. അതിലും ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയും നേരത്തെ ഫ്ലാഷ് കാർഡിൽ തന്ന പോലത്തെ ഓപ്ഷൻസ് കാണാം. സോഴ്സസ് കൂടുതൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ജനറേറ്റ് എന്ന് കൊടുക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ തീം മാറ്റണമെങ്കിൽ അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ എടുക്കാം. ഇവിടെ ഡാർക്ക് മോഡിലാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് മോഡിലാക്കണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ക്യൂസ് ജനറേറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെയുള്ള എക്സ്പാൻഡ് ദ വ്യൂവർ എന്ന് കൊടുക്കുന്നു. ആ ടെക്സ്റ്റ് ഫുള്ളായിട്ട് ഒരു ക്യൂസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഹിൻഡ് തരുന്നുണ്ട്. അതിനുശേഷം അതേതാണോ ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എക്സ്പ്ലെയിൻ എന്ന് കൊടുത്താൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് വീണ്ടും നെക്സ്റ്റ് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു ടെക്സ്റ്റ് ഫുള്ളായിട്ടൊരു ക്യൂസ് ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്യൂസ് ഫുള്ളായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാവുന്നതാണ്.
അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കെടുത്ത് നോക്കാവുന്നതാണ്. അപ്പം പരീക്ഷയുടെ തലേദിവസമൊക്കെ കുട്ടികൾക്ക് പഠിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യനൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ യൂസ് ചെയ്തിട്ട് ആഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എഡിറ്റ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ബാക്ക് യൂസിലെ ഒരു ഭാഗം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വന്നിരിക്കുന്ന ഇത് ഒന്ന് നമുക്ക് സേവ് ചെയ്ത് വെക്കണം. സേവ് ടു നോട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ വരുന്നത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ടു നോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു നോട്ടായിട്ടത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ നമ്മൾ ഈ കൊടുത്ത ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും ഈ ഒരു ഭാഗത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇവിടെ സെലക്റ്റായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്വന്തമായിട്ട് ഒരു നോട്ട് തയ്യാറാക്കണമെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ ഫുള്ളായിട്ട് വേണ്ട, ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ അതിനായിട്ട് ആഡ് നോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ഒരു ഭാഗം മാത്രമാണെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തു. ഇവിടേക്ക് റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ആസ് പ്ലെയിൻ ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഡീറ്റെയിൽ മാത്രം ഇതിനകത്തേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനൊരു നെയിമും കൊടുക്കാം. ഡാർവിൻ എന്നുള്ളത് കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് അത് സേവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടുന്ന് സേവ് ടു നോട്ട് പറഞ്ഞ് കൊടുത്തതാണിത്. രണ്ടാമത് നമ്മളായിട്ട് തയ്യാറാക്കി ആഡ് നോട്ട് എന്ന് പറഞ്ഞ് കൊടുത്തതാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻഫോഗ്രാഫിക് ആണ്. ആ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻഫോഗ്രാഫിക് ഇവിടെ തയ്യാറാക്കി കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഏത് മോഡലാണ് വേണ്ടതെന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഈ ഒരു ക്ലേ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഏത് ഓറിയൻറ്റേഷനിലാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ്, അതേപോലെ സ്ക്വയർ, അതേപോലെ ലെവൽ ഓഫ് ഡീറ്റെയിൽ എന്നുള്ളതും സെലക്ട് ചെയ്യാം. ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സ്റ്റൈലിൽ വേണമെങ്കിൽ ഏതെങ്കിലും കളറൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം ജനറേറ്റ് എന്ന് കൊടുത്തു. അപ്ലോഡ് ചെയ്ത സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് വലിയ വിവരങ്ങളെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക് ആയിട്ടാണ് ഇവിടെ നൽകുക. അത് മാപ്പുകളോ ടൈം ലൈനോ ഒക്കെ ആയിട്ട് നൽകുന്നതാണ്. അപ്പം നമ്മൾ കൊടുത്ത ഇൻഫോഗ്രാഫിക് ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പരിണാമത്തിൻ്റെ വഴികൾ എന്ന ഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതും ക്ലോസ് ചെയ്യുന്നു. ഇനി ലാസ്റ്റ് ഓപ്ഷനാണ് ഡാറ്റ ടേബിൾ എന്നുള്ളത്. നമ്മളിവിടെ കൊടുത്ത ഈ രണ്ട് സോഴ്സസിനെ ബേസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോഴ്സസ് ഒക്കെ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ടാക്കിയിട്ട് ഒരു ഡാറ്റ ടേബിളായിട്ട് ജനറേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, ഏതാണ് ടേബിളിൽ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുന്നു. ഞാനിപ്പോൾ അവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ജനറേറ്റ് എന്ന് മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഇത് ഇവിടെ ഡാറ്റ ടേബിൾ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ടേബിളായിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 3 സോഴ്സസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരു ടേബിളായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ഇത് നമുക്ക് എക്സ്പോർട്ട് ടു ഷീറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഷീറ്റിലേക്ക്, ഗൂഗിൾ ഷീറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഗൂഗിൾ ഷീറ്റിലേക്കാണ് ഓപ്പണായി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ ഫോർമാറ്റ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ആയിരുന്നു സ്റ്റുഡിയോ പാനലിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങളെ വളരെ എളുപ്പത്തിൽ പല രൂപത്തിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ നമുക്കിത് മൊബൈലിലും യൂസ് ചെയ്യാൻ പറ്റും. മൊബൈലിൽ ഇതിൻ്റെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മൊബൈലിൽ നിന്നുള്ള ഒരു സോഴ്സ് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് മൊബൈൽ ഓപ്പൺ ചെയ്യുന്നു. നമുക്ക് ഈ ഒരു മൊബൈൽ യൂസ് ചെയ്തിട്ട് നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം. ഇതാണ് ആ നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ആപ്പ്. അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കിയ 2 നോട്ട്ബുക്സ് ഇവിടെ കാണാം. അപ്പോൾ അതിൽ ഇവല്യൂഷൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. അതെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സമ്മറി നമുക്കവിടെ കാണിക്കുന്ന ആ സമ്മറി തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ സോഴ്സസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത സോഴ്സസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആഡ് സോഴ്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഈ ഒരു മൊബൈലിലുള്ള ഒരു ഓഡിയോ ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓഡിയോ എന്നുള്ളത് എടുത്തു. നല്ല മൊബൈലിൽ അതിൻ്റെ ലൊക്കേഷൻ സെലക്ട് ചെയ്തു. ഞാൻ ഈ ഒരു ഓഡിയോ ഫയലാണ് കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാണാം. അതേപോലെ നിങ്ങളുടെ സിസ്റ്റത്തിലും ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന കാണാം. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് നോട്ട്ബുക്ക് എല്ലാം മൊബൈലിലും അതേപോലെ തന്നെ സിസ്റ്റത്തിലും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ഇനി നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് എങ്ങാനും ഏതെങ്കിലും ടെക്സ്റ്റിലെ ഫോട്ടോസ് എങ്ങാനും കൊടുക്കണമെങ്കിൽ ഈ ഒരു ക്യാമറ ഐക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ഏതെങ്കിലും സോഴ്സ് ഡിലീറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷൻ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് സോഴ്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഏത് സോഴ്സാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിവിടുന്ന് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു
ഇവല്യൂഷൻ എന്നുള്ള ഈ ഒരു ഇത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൊബൈലിൽ ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ ഇവിടെയും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചാറ്റ് എന്നുള്ളത് എടുത്തിട്ട് അവിടെ സമ്മറി കാണാവുന്നതാണ്. അതേപോലെ സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് അവിടെയുള്ള എല്ലാ ഓപ്ഷനും ഇവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എല്ലാ ഫയൽസും ഇവിടെ കാണാവുന്നതാണ്. അതിൽ നമുക്കിപ്പോൾ ഈ ഒരു ഓഡിയോ ഫയൽ ഇതിലേക്ക് ഡൗൺലോഡ് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അറിയാൻ മാർഗമില്ലായിരുന്നു. ഇതിനെ വിശാലമായൊരു അപ്പോൾ അങ്ങനെ ആ ഒരു ഓഡിയോ ഫയൽ അവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഡൗൺലോഡ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് അത് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ സ്റ്റുഡിയോയുടെ എല്ലാ ഫയൽസും ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏതാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് സിസ്റ്റവും അതേപോലെ തന്നെ മൊബൈലും യൂസ് ചെയ്തിട്ട് നോട്ട്ബുക്ക് എല്ലാം യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കൊരു ടെക്സ്റ്റോ ഒരു വലിയ എസ്സേയോ ഒക്കെ വളരെ ചെറിയൊരു സമ്മറി ആയിട്ട് കിട്ടും. അതേപോലെ നമുക്കിത് ഉപയോഗിച്ചിട്ട് ലെസൺ പ്ലാനും തയ്യാറാക്കാം. കുട്ടികൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ ഒരു ലെസൺ പ്ലാന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രോംപ്റ്റ് ഇവിടെ കൊടുത്താൽ നമുക്കത് ഉപയോഗിച്ചിട്ട് ലെസൺ പ്ലാനും ഇതിലൂടെ തയ്യാറാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊടുക്കാം. ഇവിടെ റെസ്ട്രിക്റ്റഡ് എനിവൺ വിത്ത് ലിങ്ക് അല്ലെങ്കിൽ പബ്ലിക് ഏതാണോ വേണ്ടത് അത് കൊടുക്കാം. എന്നിട്ട് ആ കോപ്പി ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും വളരെ വലിയൊരു എസ്സേയോ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ വളരെ ചെറിയ സമയം കൊണ്ട് അതിൻ്റെ സമ്മറിയും അതിൻ്റെ ക്വിസ് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വേഗത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.